Hello dear students, welcome to our new session. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ വിവിധ ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺട്രാക്ട് ആക്ടിൻ്റെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഫീച്ചറിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്നുള്ളതാണ്. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് എന്തൊക്കെ കോൺട്രാക്ച്വൽ കപ്പാസിറ്റീസ് ആണ് ഉണ്ടായിരിക്കേണ്ടത്, എങ്ങനെയുള്ളവർക്കാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയുക, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഉണ്ട് എങ്കിൽ മാത്രമേ ആ കോൺട്രാക്റ്റിന് വാലിഡിറ്റി ഉള്ളൂ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഒന്നാമത്, ഫോർ എ വാലിഡ് കോൺട്രാക്ട് ദ പാർട്ടീസ് ടു എ കോൺട്രാക്ട് മസ്റ്റ് ഹാവ് കപ്പാസിറ്റി, ദാറ്റ് ഇസ് കോമ്പിറ്റൻസ് ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട്. കോമ്പിറ്റൻസി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനുള്ള അവരുടെ പ്രാപ്തിയാണ് നമ്മൾ കോമ്പിറ്റൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ലീഗലി ഡിഫൈൻഡ് ആണ്. കൃത്യമായി കോമ്പിറ്റൻസ് എന്താണ് എന്ന് പറയുന്നുണ്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ. അക്കോർഡിംഗ് ടു സെക്ഷൻ 11 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് deals with the competency of the parties and provides that every person is competent to contract who is of the age of majority according to the law to which he is subject and who is of sound mind and is not disqualified from contracting by any law to which he is subject. വളരെ കൃത്യമായിട്ട് ആർക്കൊക്കെയാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയുക എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് അയാളൊരു മേജർ ആയിരിക്കണം. ഇൻ ദ സെൻസ് ഏജ് ഓഫ് മെജോറിറ്റി കൃത്യമായ ഡിഫിനിഷനിൽ പറയുന്നു. ആ ഏജ് ഓഫ് മെജോറിറ്റി അറ്റൈൻ ചെയ്തിരിക്കണം. അതുപോലെ അയാളൊരു സൗണ്ട് മൈൻഡഡ് ആയിരിക്കണം. അതുപോലെ ഹി ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്ടിങ് ബൈ എനി ലോ പ്രിവെയിലിംഗ് ഇൻ ദി കൺട്രി എന്നുള്ളതാണ്. It follows the following persons are incompetent to the contract. അപ്പോൾ ആർക്കൊക്കെയാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയാതിരിക്കുന്നത്? ഒന്നാമതായി മൈനർ, 2 പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്, 3 പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ടു വിച്ച് ദേ ആർ സബ്ജക്ട്സ്. Contracts entered into by persons mentioned above are void. നമുക്കറിയാം, void എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിന്റെ വാലിഡിറ്റി തുടക്കത്തിൽ തന്നെ നമുക്കില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് വാലിഡ് അല്ല എന്ന് കൃത്യമായി പറയാം. ഈ 3 തരത്തിലുള്ള ആളുകളും കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അനുസരിച്ച് അനുവദനീയമല്ല എന്ന് കൃത്യമായി ലോയിൽ പറയുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ഇൻകോമ്പിറ്റൻസി ആയിട്ടുള്ള മൈനർ എന്നുള്ളതിനെ കുറിച്ചാണ്. വളരെ വിശദമായി മൈനർ ആരാണെന്നും മൈനർ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എന്തായിരിക്കുമെന്നും മൈനർക്കുള്ള റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ സംരക്ഷണവും എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് മൈനർ എന്താണ്? അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875, a minor is one who has not completed his age, his or her 18th year of age എന്നുള്ളതാണ്. 18 വയസ്സ് തികയാത്തവർ എല്ലാവരും തന്നെ മൈനർ എന്ന് കൃത്യമായി നിയമപ്രകാരം വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. Why should minors be protected എന്നുള്ളതാണ്. A minor has an immature mind and cannot think what is good or bad for him. Minor are often exploited, so he must be protected by the law from any exploitation, but at the same time, the law must not cause unnecessary hardship to the persons who deal with minor. ഒന്നാമതായിട്ട് അവർക്ക് കാര്യങ്ങൾ കൃത്യമായി ചിന്തിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനുള്ള കുറവുണ്ട്. മറ്റുള്ളവർ അവരെ ചൂഷണം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ മൈനറുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നവർക്ക് ഉണ്ടാകാവുന്ന എല്ലാ തരത്തിലുള്ള കോൺസിക്വൻസസിൽ നിന്നും മറ്റുള്ളവരെ നിയമത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് മൈനർ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടരുത് എന്ന് കൃത്യമായി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറയുന്നതും. അതുകൊണ്ട് തന്നെ മൈനറുമായി കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന എല്ലാവരെയും തന്നെ നിയമപ്രകാരം പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ടാണ് നമ്മുടെ ലീഗൽ സിസ്റ്റം തയ്യാറായിട്ടുള്ളത്. മൈനറുമായിട്ടുള്ള എഗ്രിമെന്റിന്റെ ഇഫക്ട്സ് എന്താണ്, അല്ലെങ്കിൽ കോൺസിക്വൻസസ് എന്താണെന്ന് വളരെ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. An agreement with or by
മൈനർ ഇസ് വോയിഡ് അബ് ഇനിഷ്യോ. മൈനറുമായിട്ട് മൈനറുമായിട്ട് ഏർപ്പെടുന്നതുമായിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റുകളും വോയിഡ് അബ് ഇനിഷ്യോ ആണ് എന്ന് പറഞ്ഞാൽ വോയിഡ് ഫ്രം ദ ബിഗിനിങ് എന്നുള്ളതാണ്. കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ തന്നെ ആ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആണ് എന്ന് കൃത്യമായി നിയമം പറയുന്നു. ഒരു കേസ് അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മഹോരി ബിബി വേഴ്സസ് ധർമ്മോദാസ് ഘോഷ് എന്ന് പറയുന്ന ഒരു കേസാണ്. അതിൽ പറയുന്നത് മൈനർ ബോറോഡ് ₹20,000 ഫ്രം ബി and as a security for the same executed a mortgage in his favor. He became a major a few months later and filed a suit for the declaration that the mortgage executed by him during his minority was void and should be cancelled. It was held that the mortgage by a minor was void and B was not entitled to repayment of money. അപ്പോൾ ഇവിടെ മോർഗേജ് ചെയ്തുകൊണ്ട് പണയം വെച്ചുകൊണ്ടൊരു ലോൺ എടുത്തിരിക്കുകയാണ് മൈനർ. അപ്പോൾ അയാൾ മേജർ ആയി കഴിഞ്ഞപ്പോൾ ആ കോൺട്രാക്റ്റ് ഇനി അയാൾക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തെ സമീപിച്ചപ്പോൾ അയാൾക്ക് അനുകൂലമായി വിധി വന്നു. കാരണം മൈനർ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് കൃത്യമായി പറയുന്നു. രണ്ടാമതായിട്ട് നോ റാറ്റിഫിക്കേഷൻ. എ മൈനർ കനോട്ട് റാറ്റിഫൈ ദ എഗ്രിമെന്റ് ഈവൻ ഓൺ എ ടൈനി മെജോറിറ്റി ബിക്കോസ് ഓഫ് എ വോയിഡ് എഗ്രിമെന്റ് കനോട്ട് ബി റാറ്റിഫൈഡ്. നമുക്കറിയാം തെറ്റായ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഇൻവാലിഡ് ആയ കോൺട്രാക്റ്റ് ഒരു കാരണവശാലും നമുക്ക് പുതുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഒരു മൈനർ മേജർ ആയാൽ പോലും പിന്നീട് അയാൾക്ക് അത് തിരുത്താൻ കഴിയില്ല എന്ന് കൃത്യമായി നിയമത്തിൽ പറയുന്നു. അതിനെയും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു നിയമവിധിയുണ്ട്. A minor borrowed a sum of money executing a simple bond and after attaining a majority executed a second bond in respect of the original loan and interest. It was held that suit upon the second bond was not maintainable because രണ്ടാമതൊരു ബോണ്ട് വെക്കുന്നതിന് സാധ്യതയില്ല, കാരണം ഒന്നാമത്തെ ബോണ്ട് തന്നെ ഇൻവാലിഡ് ആണ്. മൈനർ ക്യാൻ ബി പ്രോമിസി ഓർ ബെനിഫിഷ്യറി. ഒരു കോൺട്രാക്ട് ആക്ടിന്റെ ഭാഗമായിട്ട് വരുന്ന ബെനിഫിറ്റുകൾ റിസീവ് ചെയ്യാൻ ഒരു മൈനർക്ക് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ വേണ്ടി ആ കുഞ്ഞിന്റെ പേരിൽ ഒരു ഇൻഷുറൻസ് എഗ്രിമെന്റ് എടുത്തിരിക്കുകയാണ്. അവരുടെ പിതാവോ മറ്റ് ഗ്രാൻഡ് പാരൻസോ ആരെങ്കിലും ആയിക്കോട്ടെ. ആ കുഞ്ഞ് 18 വയസ്സായി കഴിയുമ്പോൾ ആ ഇൻഷുറൻസ് കോൺട്രാക്ട് മെച്യൂർ ആയി കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും റിസീവ് ചെയ്യുന്നതിന് ആ കുട്ടിക്ക് യോഗ്യതയുണ്ട്. ഈവൻ അറ്റ് മൈനോറിറ്റി, മൈനർ ആയിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ആ കുഞ്ഞിൻ്റെ പിതാവ് മരിക്കുകയോ ബ്രെഡ് വിന്നിങ് ആയിട്ടുള്ള ആൾ മരിക്കുകയോ ചെയ്താൽ തീർച്ചയായും അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും ആ മൈനർക്ക് കിട്ടുന്നതാണ്. നോ എസ്റ്റോപ്പൽ അഗെയിൻസ്റ്റ് എ മൈനർ എന്ന് പറഞ്ഞാൽ where a minor by misrepresenting his age has induced the other party to enter into a contract with him, he cannot be made liable on the contract. There can no estoppels against a minor. It means he is not estopped from pleading his infancy in order to avoid a contract. The court may direct minor to restore property. No doubts, minor has got protection, but he has no liberty to cheat others. എന്ന് പറഞ്ഞാൽ എസ്റ്റോപ്പൽ എന്ന കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒരു വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട്, സത്യമാണെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. മൈനർ തന്റെ പ്രായം മറച്ചു വെച്ചുകൊണ്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അവിടെ അയാൾക്ക് ആ എസ്റ്റോപ്പൽ എന്ന ഡോക്ട്രിൻ ഓഫ് എസ്റ്റോപ്പലിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നില്ല. ആ കോൺട്രാക്ട് അപ്പോൾ തന്നെ ഇൻവാലിഡ് ആവുകയും അതിന്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ പ്രോപ്പർട്ടീസും തിരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്നു. അയാൾക്കൊരാളെയും ചീറ്റ് ചെയ്യുന്നതിനുള്ള അധികാരം നിയമം കൊടുക്കുന്നില്ല. നോ സ്പെസിഫിക് പെർഫോമൻസ് എക്സെപ്റ്റ് ഇൻ സർട്ടൻ കേസസ്. അപ്പോൾ പലപ്പോഴും ഒരു മൈനറിന് കോൺട്രാക്റ്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്, സ്പെസിഫിക് പെർഫോമൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഉള്ള റൈറ്റ് പലപ്പോഴും കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുകൾക്കുണ്ട്. എന്നാൽ മൈനറെ സംബന്ധിച്ചിടത്തോളം അത് അബ്സല്യൂട്ട്ലി കോൺട്രാക്റ്റ് വോയിഡ് ആയതുകൊണ്ട് തന്നെ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒബ്ലിഗേഷൻസ് കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി നിയമത്തെ സമീപിക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ലിബർട്ടി ഫോർ ടോർട്ട്സ്. A tort is a civil wrong. A minor is liable in tort unless the tort in a reality is a breach of contract. അപ്പോൾ ടോർട്ട് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനെയാണ്. അപ്പം ഇതൊരു സിവിൽ റോങ് ആണ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മൈനർ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ മൈനർ ഈസ് ലയബിൾ ഇൻ ബൈ ലോ എന്നുള്ളത് കൃത്യമായി പറയുന്നു. അടുത്തതായി നോ ഇൻസോൾവൻസി. എ മൈനർ ക്യാൻ ബി ഡിക്ലെയർഡ് ഇൻസോൾവെന്റ് ആസ്
he is incapable of contracting debts and dues are payable from the personal properties of minor and he is not personally liable എന്നുള്ളതാണ്. മൈനറിനെ നമുക്കൊരിക്കലും ഇൻസോൾവെന്റ് ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാൻ കഴിയും. ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞാൽ പാപ്പരാവുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്നതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അയാളുടെ കമ്പനിയുടെ മറ്റു പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്തുകൊണ്ട് അടച്ചു തീർക്കാവുന്നതാണ്. അടുത്തത് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാനായിട്ട് അയാൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായും സാധിക്കില്ല. കാരണം അതൊരു കോൺട്രാക്റ്റ് ആണ്. ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് അയാൾക്ക് ഇൻകോമ്പിറ്റൻസി ഉണ്ട് എന്ന് കൃത്യമാണ്. ഒരു മൈനർക്ക് ഏജന്റായി പ്രവർത്തിക്കാൻ കഴിയും. മറ്റൊരാൾക്ക് വേണ്ടി, പ്രിൻസിപ്പലിന് വേണ്ടി ഏജന്റായിട്ട് പ്രവർത്തിക്കാം. പക്ഷേ അവിടെ വരുന്ന പ്രശ്നം, പ്രിൻസിപ്പലിന് ഒരിക്കലും മൈനറിനെ ലയബിൾ ആക്കാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ചെക്ക് ഒരാൾക്ക് വേണ്ടി ഞാൻ മൈനർ ബാങ്കിൽ പോയി കളക്ട് ചെയ്യുകയാണ്. ആ ചെക്ക് ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടു പോയാൽ മൈനറെ ലയബിൾ ആക്കാൻ കഴിയില്ല. ബിക്കോസ് ഹി ഈസ് നോട്ട് ഹാവിങ് ദ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. പക്ഷെ അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കാം. Minor cannot be bind parent or guardian. In the absence of authority expressed or implied, an infant is not capable of binding his parent or guardian even for necessities. The parents will be held liable only when the child is acting as an agent for the parent. പാരന്റിനെ ഒരിക്കലും ബൈൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ മൈനർ വരുത്തുന്ന തെറ്റുകൾക്ക് പാരന്റിനെയോ ഗാർഡിനെയോ നിയമപരമായിട്ട് ഉൾപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ അവിടെ ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു എങ്കിൽ മാത്രമേ അവിടെ പാരന്റിനെയോ ഗാർഡിനെയോ കണക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. Joint contract by minor and adult. In such a case, an adult will be liable on the contract and not the minor. ഒരു മേജറായ വ്യക്തിയും മൈനറായ വ്യക്തിയും കൂടെ ചേർന്ന് ഒരാളുമായി കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ തീർച്ചയായും റെസ്പോൺസിബിലിറ്റി മേജറായ വ്യക്തിയിൽ തന്നെയായിരിക്കും. ഷുവർട്ടി ഫോർ എ മൈനർ എന്ന കേസ് എന്താണ്? ഇൻ എ കേസ് ഓഫ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി വെൻ അഡൾട്ട് സ്റ്റാൻഡ്സ് ഷുവർട്ടി ഫോർ എ മൈനർ, then the adult is liable to the third party as there is a direct contact between the surety and the third party. ഒരാൾക്ക് വേണ്ടി മൈനർ ആണ് ഷുവർട്ടി നിൽക്കുന്നത്, ഗ്യാരണ്ടി നിൽക്കുന്നത് എന്ന് വരികയാണെങ്കിൽ അവിടെ മൈനറോടൊപ്പം അഡൽട്ടായിട്ട് ഷുവർട്ടി ആയി നിൽക്കുന്ന ആൾക്ക് മാത്രമേ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അത് നേരത്തെ 11ാമത്തെ പോയിന്റിൽ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് വരുന്ന കാര്യമാണ്. അടുത്തത്, മൈനർ ആസ് എ ഷെയർ ഹോൾഡർ. ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവാൻ കഴിയുമോ എന്നത് തീർച്ചയായും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ബൈ മിസ്റ്റേക്ക് അങ്ങനെ ആവുകയാണെങ്കിൽ ഹി ക്യാൻ റിസെൻഡ് ഫ്രം ദ ട്രാൻസാക്ഷൻ ആൻഡ് റിമൂവ് ദി നെയിം ഫ്രം ദ രജിസ്റ്റർ. റിസെൻഡ് എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്റ്റ് നമുക്ക് പിൻവലിയാം എന്നുള്ളതാണ്. ഒരു ഏതെങ്കിലും തെറ്റിദ്ധാരണ പുറത്ത് ഷെയർ ഹോൾഡർ ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നീട് തിരിച്ചു വരാവുന്നതാണ്. Liability for necessities in the case, a claim for necessities applied to a minor is enforceable by law, but a minor is not liable for any price that he may promise and never for more than the value of the necessities. There is no personal liability of the minor, but only his property is liable. ഇപ്പോൾ മൈനറുമായി ബന്ധപ്പെട്ട് നെസസിറ്റീസിന്റെ, അയാൾക്ക് ഒരാളുടെ വ്യക്തിയുമായി ബന്ധപ്പെട്ട ജീവിതത്തിന്റെ ഏറ്റവും നെസസിറ്റീസിന് വേണ്ടി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ സപ്ലയർക്ക് എൻഫോഴ്സ് ചെയ്യാം ആ നെസസിറ്റി പ്രോഡക്റ്റ് മൈനറുടെ കമ്പനിയിൽ നിന്നും കിട്ടുന്നതിന് വേണ്ടി. പക്ഷെ അതേസമയം മൈനർ ഒരു കടയിൽ ചെന്ന് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് വെച്ചുകൊണ്ട് നെസസിറ്റീസിന് വേണ്ടി കോൺട്രാക്ട് വെച്ചിരിക്കുകയാണ്. അയാൾ അതിന്റെ പണം കൊടുക്കുന്നതിന് ഒരു കാരണവശാലും ബാധ്യസ്ഥനല്ല എന്ന് കൃത്യമായി പറയുന്നു. അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസോ അതിന് ഒരിക്കലും ലയബിൾ അല്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മൈനറുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകളുടെ കോൺസിക്വൻസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏകദേശം 14 കോൺസിക്വൻസസ് ഉണ്ട്. മൈനർ എന്താണെന്നും മൈനറുമായിട്ട് കോൺട്രാക്ട് ഏർപ്പെടുന്നത് വോയിഡ് അബ് ഇനിഷ്യോ ആണെന്നും അത് ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന കോൺസിക്വൻസസും മൈനർക്ക് ലഭിക്കുന്ന പ്രൊട്ടക്ഷനും എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. I think this session was useful to you. Hope to have more sessions on this topic in the coming days. Thank you so much for watching. Thank you.